അങ്ങനെ ശബരിമല യാത്ര വീണ്ടും തുടർന്നു. നേരെ പോയത് എരുമേലിയിലേക്കാണ്. ഞാനും സാലിയമ്മയും മാമിയും ഉണ്ടായിരുന്നു. മാമിയാണെങ്കിൽ 41 ദിവസത്തെ നോയമ്പായിരുന്നു. അമ്മയും 41 ദിവസത്തെ നോയമ്പെടുത്തായിരുന്നു. പക്ഷേ മാമി UK-യിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ചൂടൊന്നും അങ്ങോട്ട് വലിയ രീതിക്ക് പറ്റിയില്ല. ഇത് മറ്റേ ശരംകുത്തിയാലിൽ ശരം തറക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്ക് ഇങ്ങനെ ഗദയും ഈ അമ്പും സാധനമൊക്കെ കൊടുക്കുമായിരുന്നു. ഇതൊക്കെ വെച്ച് കെട്ടി തുള്ളിയാണ് വേട്ട തുള്ളിയാണ് പോകേണ്ടത്. പക്ഷേ അങ്ങനെയൊന്നും പോയില്ല. വേട്ടയൊന്നും തുള്ളിയില്ല. നല്ല വെയിലായത് കാരണം ഭയങ്കര പാടായിരുന്നു. കാലൊന്നും കുത്താൻ പറ്റില്ലായിരുന്നു. റോഡൊക്കെ നല്ല തിളച്ച് കിടക്കുകയായിരുന്നു. എനിക്കും കണ്ടൊന്നും വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. എന്നാൽ നമ്മൾ സ്ഥിരമൊക്കെ നടക്കണതാണ് വലിയ കുഴപ്പമില്ല. പക്ഷെ മാമിക്കൊക്കെ നല്ല പാടായിരുന്നു. ചെരുപ്പില്ലാത്ത കാരണം ഭയങ്കര പാടായിരുന്നു. ഇതാണ് അവരുടെ കോലം. നല്ല വെയിലുണ്ട്. അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. മലക്കുവെപ്പ് സാധാരണത്തെക്കാളും തിരക്കായിരുന്നു. ഇത് വാവര് പള്ളിയാണ്. പിന്നെ കൂടുതലും സ്ത്രീകളായിരുന്നു ഇത്തവണ ശബരിമല വന്നത്. അത് ഈ തിരക്ക് കുറഞ്ഞ സമയമായത് കാരണം എല്ലാവർക്കും മര്യാദയ്ക്ക് വന്ന് തൊഴാനൊക്കെ പറ്റി. അതിൻ്റെ വീഡിയോ ഒക്കെ ഉടനെ ഉണ്ടാകും. ഇത് തലപ്പാറയാണ്. അയ്യപ്പൻ വന്ന് ഇവിടെ നിന്ന് ഇരുന്നതെന്നൊക്കെ പറയണം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. ഇവിടെ കയറി ഞങ്ങൾ പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് വളരെ ശാന്തി ഭസ്മമൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ശാന്തിയുടെ കയ്യിൽ ഇപ്പോഴും ചരടൊക്കെ ഉണ്ടാവും. ആൾക്കാർക്ക് പറയണവർക്ക് ചരടൊക്കെ ജപിച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ മിക്കവരും പോകുമ്പോൾ അവിടെ തേങ്ങയൊക്കെ അടിച്ചാണ് പോണത്. തലപ്പാറിൽ തേങ്ങയൊക്കെ അടിച്ചാണ് പോണത്. നമ്മൾ തേങ്ങയൊന്നും അധികം എടുത്തില്ല, അടിച്ചുമില്ല. പക്ഷേ വാവര് പള്ളിയിൽ നമ്മൾ തേങ്ങ അടിച്ചായിരുന്നു. ഇവിടെ ഈ തലപ്പാറയിൽ ഈ എഴുതിയിരിക്കുന്നതിൻ്റെ താഴെ ഒരു പഴയ കുറേ വാളാണെന്ന് തോന്നുന്നു ഇരിക്കുന്നത്. ഒരു 4 വാളുണ്ട്. ഈ കാണുന്നതാണ് ആ വാള്. പിന്നെ ഇവിടെ എല്ലാവരും തേങ്ങ അടിക്കും. തലപ്പാറയിലും ആദ്യമായിട്ട് വരുന്നവരൊക്കെ തേങ്ങ അടിച്ചിട്ടാണ് പോകുന്നത്. ഈ കാണുന്നതാണ് വാവര് പള്ളി കേട്ടോ. ഇത് വാവര് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് അയ്യപ്പൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ കന്നിക്കാരായത് കാരണം ഇവർക്ക് ആദ്യമായിട്ട് പോവുകയല്ലേ, അപ്പം മണി കെട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പോകുന്ന കണ്ണന് ഇതിനൊക്കെ പറ്റി നല്ല ധാരണയുണ്ട്. ശബരിമലക്ക് പോകണതിനെ പറ്റി ഞാൻ 2-3 തവണ പോയിട്ടുണ്ട്. പക്ഷേ ആ ചെറുപ്പത്തിൽ പോയപ്പോഴാണ് ഈ മണിയൊക്കെ ഞാൻ കെട്ടിയത്. ഇപ്പം മണിയൊന്നും ഞാൻ കെട്ടിയിട്ടില്ല. അപ്പോൾ മണിയൊക്കെ മേടിച്ചു. നേരെ ഇവിടുത്തെ റോഡ് ക്രോസ് ചെയ്തു. നല്ല വെയിലാണ്. വെയിൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. അപ്പോൾ ഇവിടെ തേങ്ങ അടിക്കണമെന്നൊരു ഇൻട്രസ്റ്റ് നിന്ന് സാലിയമ്മക്ക് എപ്പോഴും പേടിയാണ്. തേങ്ങയൊക്കെ അടിക്കാനായിട്ട് ഭയങ്കര പേടിയാണ്. പേടിച്ചാണ് അമ്മ തേങ്ങ അടിച്ചത്. പക്ഷെ മാമിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പിന്നെ തേങ്ങ അടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് തോന്നും. ഒരു സാധനം ഇങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ പള്ളി സീസൺ അല്ലാത്ത കാരണം തോന്നുന്നു പള്ളി അടച്ചിട്ടിരിക്കുകയായിരുന്നു. അത് കാരണം പള്ളിയുടെ അകത്തേക്കൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. ഞാൻ ചെറുപ്പത്തിലേ പോയപ്പോൾ ഞാൻ കയറിയിട്ടുണ്ട്. ഇപ്പം കയറാൻ പറ്റിയില്ല. പിന്നെ എല്ലാവരും ഇവിടെ തൊഴുത് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോയി കഴിഞ്ഞ് നേരെ തിരിച്ചാണ് പടി. ഇവിടുന്ന് പേട്ടതുള്ളിയാണ് ഇറങ്ങിയത്. ഇത് നമ്മൾ പോകുമ്പോൾ പണ്ട് തൊട്ട് കാണാറുള്ളതാണ് പുലിയുടെ പുറത്ത് കയറിയുള്ള ഫോട്ടോ എടുക്കൽ, അങ്ങനെയുള്ള സെറ്റപ്പാണ് ഈ കാണുന്നത്. അടുത്ത വീഡിയോ ഇനി കാണാം പിന്നെ.